സിസ്റ്ററിനെ കൊണ്ടുവന്ന് ചെയ്യിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. യുവർ പ്രഷർ ലെവൽ ഈസ് ലിറ്റിൽ ഹൈ. ഡെലിവറി ടൈമിൽ അത് കുറക്കണമെങ്കിൽ ഇപ്പോഴേ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. അതൊന്നും വേണ്ട. കടുത്ത എക്സസൈസുകൾ അബോർഷന് സാധ്യത ഉണ്ടാക്കും. ഏയ് ഒന്നും സംഭവിക്കില്ലെന്നേ. നമുക്ക് നല്ലത് നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം. വായ്നോട്ടം. ഗർഭിണികളും വെറുതെ വിടരുത്. പ്രായമായില്ലേ കിളവാ. എന്തുവാ നിന്റെ വർത്തമാനം കേട്ട തോന്നൂല ഞാൻ നോക്കിയിട്ടാണ് ഇവളുമാര് ഗർഭിണിയായെന്ന്. സ്റ്റാഫ് ഒന്നും എത്തിയില്ലേ? അല്ലെങ്കിലും ബർത്ത് ക്ലാസ് ടൈമിൽ ഫീമെയിൽ സ്റ്റാഫിന് ഒറ്റെണ്ണത്തിനെ കാണാറില്ല. പുതിയ ഒരുത്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കുട്ടി എത്തിയില്ലേ? വന്നിട്ടുണ്ടാവും. ചിലപ്പോ ഡ്രസ്സ് മാറ്റാൻ. ഡ്രസ്സ് മാറ്റാൻ? ഗുഡ് മോർണിംഗ്. 8,000, 12,000 ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഇത്രയും ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്. ബസ്സിൽ ഓടിക്കയറുന്ന ഞാൻ കണ്ടു. ഒന്നിച്ചു വരാന്ന് വെച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ആ ബസ് മിസ്സായി. പിന്നെ റോബിന്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിങ് വന്നു. ഓക്കെ നേരുന്നാ ചോദിച്ചേ. അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്പി നടക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാതെ നിനക്കൊക്കെ തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥാപനമല്ലത്. അത് 5-6 ട്രാഫിക് ബ്ലോക്കും സിഗ്നൽ എല്ലാം കഴിഞ്ഞ് വണ്ടി പാസ്സായപ്പോ താമസിച്ച്. എന്തെന്ന് നാടപ്പാ അത്? അല്ല, അത് സ്റ്റുപ്പിഡായിട്ട് സംസാരിക്കുന്നു. കം ടു മൈ ക്യാബിൻ. ആ ഡോക്ടർ ആരാന്ന് വിചാരിച്ചിന്? നമ്മളെ നാട്ടില് ഒരു ആദ്യം ഡോക്ടർ ഉണ്ട്. മോളേന്ന് വിളിച്ചിട്ടാവുമ്പോ അടല ഉറുമ്പായിരിക്കും. അത്രയ്ക്ക് പഞ്ചാരയാ? കുറച്ച് പഞ്ചാരായെങ്കിൽ എന്ത് കുഴപ്പം? നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഇതെന്താ അത്? റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആസ്പത്രിയും പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കിലൊരു താടി. ക്യാബിനിൽ ചെല്ലാനാ പറഞ്ഞേക്ക. ഇനി ഞാൻ എന്താക്കും എന്റെ ബദരിങ്ങളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ലോകത്ത് ആരോടും ഒരു കൂറുമില്ലാത്ത മനുഷ്യനാ. പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഏതായാലും ചെല്ല്. അതെ, എന്നെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സ്ഥാപനം ഒരു വലിയ കെട്ടിടം കെട്ടി അതിനകത്ത് കുറെ രോഗികളെ നിറച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. സർവീസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദേ ഡിസർവ് ദാറ്റ്. അതാണ് നിന്നെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്. സോറി ഡോക്ടർ, ഞാൻ അറിയാതെ ആയിപ്പോയത്. ഇഡിയറ്റ്. ഏതായാലും ഇയാൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നൈറ്റ് ഷിഫ്റ്റിന് വന്നാൽ മതി. ഡോക്ടറെ, ഞാന് മോന്തിക്ക് എങ്ങനെയാ ഡോക്ടറെ? അനക്ക് ലോകത്ത് ആരോടും ഒരു കൂറുമില്ലാത്ത മനുഷ്യനാ. പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഡോക്ടർ, അനക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിയല്ല. അനക്ക് ബൈറ്റിലുണ്ട്. ഞാൻ ഗർഭിണിയാണ്. എന്തിനെ നോക്കുന്നേ? ഞാനവളെ തൊട്ടിട്ടില്ല. കുട്ടി മാരീഡ് ആണോ? മാപ്പിള ദുബായില്. എത്ര മാസമായി? 2 മാസം കഴിഞ്ഞ്. സൂക്ഷിക്കണം. നല്ല റെസ്റ്റ് വേണ്ട സമയോ. വിഷമിക്കണ്ട. അയ്യോ, ഇല്ലാത്ത ഗർഭം പേറിയ ഫാത്തിമ
ഇനി മുതൽ ഡോക്ടറുടെ സ്നേഹത്തിനും കരുണയ്ക്കും പാത്രമാകും. ഫാത്തിമയ്ക്ക് ഗർഭമുണ്ടെന്ന് വിശ്വസിച്ചത് അയാൾ പോലും അറിയാതെ അയാളുടെ 4ാമത്തെ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഞമ്മളെ പോലെ കാസർഗോഡ് നിന്ന് 20 കിലോമീറ്റർ ഉള്ളില് മുള്ളേരിയ ആ ഗവൺമെന്റ് ആസ്പത്രിയുടെ ബാക്കിൽ. പോരാന്നൊന്നും പറയാൻ കഴിയല, പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ചെറിയൊരു കൂടാരം. അനക്കൊരു അനിയനുണ്ട്, ഇക്ബാല്. ഓനെ പെറ്റിട്ടപ്പോ ഓനെന്റെ മോനല്ലെന്ന് ചൊല്ലി കള്ള പാസ്പോർട്ടിൽ ദുബായ്ക്ക് കടന്നോളഞ്ഞ എൻ്റെ ഉപ്പ. പിന്നെ തിരിച്ചു വന്നില്ല ബാലാല്. ഉമ്മക്ക് ആസ്പത്രിയിൽ തുടക്കില് പണി.